ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഓണം സീരീസിൻ്റെ അടുത്ത റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അത് നമ്മുടെ എരിശ്ശേരിയാണ്. അപ്പോൾ നമുക്ക് എരിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കഷ്ണം ചേന, ഒരു കഷ്ണം മത്തങ്ങ, ഒരു ഏത്തക്കായ, കുറച്ച് തേങ്ങ, കുറച്ച് വൻപയർ, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് ക്യൂബ്സ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചേന നല്ലപോലെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഒരു ഏത്തക്കായ അത് ഇതുപോലെ തൊണ്ട് കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് മത്തങ്ങ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ തൊണ്ട് ചെത്തി കളഞ്ഞിട്ട് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചേനയും കായും ഒന്ന് കഴുകി എടുക്കാം. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള പോലെ ചേനയും കായും നമുക്ക് ഒരുമിച്ച് ഒരു പ്ലാസ്റ്റിക് ബോക്സിലിട്ടിട്ട് ഇതുപോലെ വെള്ളമൊഴിച്ച് ഒന്ന് കുലുക്കി കഴുകിയെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കഴുകി കഴിയുമ്പോൾ അത് ചൊറിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറ്. നമ്മുടെ ചേനയും കായയും ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മത്തങ്ങയും നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വൻപയർ എടുക്കാം. ഇത് ഞാൻ കുതിർത്തിയൊന്നും വെച്ചിട്ട് ഉള്ളതല്ല, നമുക്ക് ഡയറക്റ്റ് വൻപയർ ഒന്ന് വറുത്തെടുക്കാം. ഇതുപോലെ ഒരു പാനിലിട്ടിട്ട് നമുക്കൊന്ന് ഈ ഒരു ബ്രൗണിഷ് കളർ ആവുന്ന പോലെ നമുക്ക് വറുത്തെടുക്കാം. അതിനുശേഷം ഇത് കുറച്ച് വെള്ളമൊഴിച്ച് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്ക് ഈ പയർ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഏകദേശം 2 മുതൽ 3 വരെ വിസിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ, ഇതിലേക്കുള്ള നമ്മുടെ എരിശ്ശേരിക്കുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കാം. കുറച്ച് തേങ്ങ, 2 ചെറിയ വെളുത്തുള്ളി, അതുപോലെ ഒരു ചെറിയ പച്ചമുളക്, പിന്നെ നമുക്ക് 1 സ്പൂൺ ജീരകം, ഇത്രയും ആഡ് ചെയ്തിട്ട് അത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അത് നമ്മുടെ പയർ ഇവിടെ ഏകദേശം നല്ല രീതിയിൽ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന ചേനയും കായും കഷ്ണങ്ങളും കൂടെ ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പും കൂടെ, 1 സ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്തു. അതിനുശേഷം വെള്ളം കുറച്ച് ആഡ് ചെയ്തു. അപ്പോൾ ഞാനിവിടെ തിളച്ച വെള്ളമാണ് ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ പച്ചവെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പയർ കല്ലിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും തിളച്ച വെള്ളം ആഡ് ചെയ്യണം. ഇപ്പോൾ 2 വിസിൽ വരുത്തി നമുക്കിത് വേവിച്ചെടുക്കാം. ഞാനിത് അത്യാവശ്യം നല്ല രീതിയിൽ ചേനയും കായൊക്കെ വെന്തുടഞ്ഞ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മത്തങ്ങ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. മത്തങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും, അതുകൊണ്ടാണ് നമ്മളിത് ലാസ്റ്റ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഉപ്പ്, കുറച്ച് കറിവേപ്പില, പിന്നെ നേരത്തെ നമ്മുടെ തിളപ്പിച്ച വെള്ളത്തിൻ്റെ തന്നെ ബാക്കി കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തു. കുറച്ച് വെള്ളം ചേർത്താൽ മതി, കാരണം മത്തങ്ങയിൽ അത്യാവശ്യം വെള്ളമുണ്ട്. ഇനി ഇത് 1 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മത്തങ്ങ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ശർക്കര, നമ്മുടെ എരിശ്ശേരി കുറച്ച് മധുരമുള്ള ഒരു കറിയാണ്, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ശർക്കരയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം. അതാണ് നമ്മുടെ എരിശ്ശേരിയുടെ മെയിനായിട്ടുള്ള ഐറ്റം. അപ്പോൾ തേങ്ങ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് കടുകും പൊട്ടിക്കാം. കടുക് പൊട്ടിച്ചതിന് ശേഷം 2 ചുവന്നമുളക് 2 കഷ്ണങ്ങളായിട്ട് കീറിയിട്ടിട്ടുണ്ട്. അതും ഞാൻ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്തു നല്ലപോലെ ഒന്ന് വറുത്തെടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പില, ഈ സാധനങ്ങൾ നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്കിത് നമ്മുടെ മത്തങ്ങയിലേക്ക്, എരിശ്ശേരിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കാം. അപ്പം നമ്മുടെ എരിശ്ശേരി, നല്ല ടേസ്റ്റുള്ള എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഓണം സീരീസിലെ അടുത്ത റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്